അടുത്ത സുഹൃത്തുക്കളാണ്. അവർ ഒരുമിച്ച് പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. താരെ, ഷാലു, ദേ അങ്ങോട്ട് നോക്കിയേ. ഹായ്, നല്ല പൂവ്. അതെ അതെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അവിടെ എന്താ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ദേ ഒരു പൂമ്പാറ്റ തേൻ കുടിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. രണ്ട് പൂവിനും ഒരു തേനീച്ചയ്ക്കുമിടയിലെ സംഭാഷണം. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞങ്ങൾ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. സങ്കടപ്പെടലേ പൂവുകളെ, ഞാനൊരു യാത്ര പോയതല്ലേ. നീ ഇല്ലാതെ എങ്ങനെയാ പരാഗണം നടത്തുന്നത്? വാ. ഹായ്, നല്ല മധുരമുള്ള തേൻ. എന്ത് തേനും കുടിക്കാൻ വായോ. നിനക്ക് നല്ല മധുരമുള്ള തേനാണല്ലോ. ശരി, ഇനി ഞാൻ വേറെ പൂവ് തേടി പോവട്ടെ. തേനീച്ച പൂവിൽ നിന്ന് തേൻ നുകരുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ? അപ്പോൾ ഈ തേനീച്ച എന്ത് ചെയ്ത് കാണും? എനിക്കറിയില്ല. ഇപ്പോൾ തേനീച്ച പെൺപൂവിൽ പരാഗണം നടത്തുക, ആൺപൂവിലെ പൂമ്പൊടികൾ ശേഖരിച്ചിട്ട്. സംഭവം, തേനീച്ച തേൻ നുകരുന്നതിനോടൊപ്പം ആൺപൂവിൽ നിന്ന് പൂമ്പൊടികൾ സ്വീകരിക്കും. എന്നിട്ട് ഇതുമായി വേറൊരു പൂവിൽ ചെന്നിരിക്കുകയും ഈ പൂമ്പൊടികൾ അവിടെ നിക്ഷേപിക്കുകയും ചെയ്യും. എന്നിട്ടോ പരാഗണം നടക്കും. അപ്പോൾ ആ തേൻ എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങൾ തേനീച്ച കൂട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. തേനീച്ച ഈ തേൻ കൂടുകളിൽ സംഭരിച്ചു വെക്കും. എന്നിട്ട് അതിന് ആവശ്യമുള്ളപ്പോൾ അത് വന്ന് ശേഖരിക്കും. ഇതിപ്പോ രണ്ടുപേർക്കും ഗുണമാണല്ലോ. അതെ, നിങ്ങൾക്കറിയാമോ, രണ്ട് ജീവജാലങ്ങൾക്കും ഗുണമുള്ള ഈ പാരിസ്ഥിതിക ഇടപെടലിനെ മ്യൂച്വലിസം അഥവാ പരസ്പരവാദം എന്നാണ് പറയുന്നത്. വേറെ പാരിസ്ഥിതിക ഇടപെടലുകളുണ്ടോ? തീർച്ചയായും. അതും കൂടി പറഞ്ഞു തരുമോ ആശേ? മറ്റൊരു പാരിസ്ഥിതിക ഇടപെടലാണ് സഹഭോജിത. സഹഭോജിത എന്നാൽ എന്താ? ഒരു ജീവിക്ക് ഗുണം ലഭിക്കുകയും മറ്റൊന്നിന് ഗുണമോ ദോഷമോ ഇല്ലാതെ വരികയും ചെയ്യുന്ന രണ്ട് വ്യത്യസ്ത ആവാസ വ്യവസ്ഥാ ബന്ധത്തിൽ വരുന്ന ജീവജാലങ്ങളെയാണ് കമൻസാലിസം അഥവാ സഹഭോജിത എന്ന് പറയുന്നത്. എനിക്കറിയാം, പക്ഷികളും പട്ടാള ഉറുമ്പുകളും ഇതിന് ഉദാഹരണമല്ലേ? അതെ, തീർച്ചയായും. അവർ തമ്മിൽ എന്താ ബന്ധം? പട്ടാള ഉറുമ്പുകൾ വനാന്തരങ്ങളിലൂടെ മാർച്ച് ചെയ്തു വരുമ്പോൾ പ്രാണികൾ പുറത്തേക്ക് വരുന്നു. അവയെ പക്ഷികൾ ആഹാരമാക്കുന്നു. ഇതുമാത്രമല്ല, ഇനിയുമുണ്ട് മറ്റു പല ബന്ധങ്ങൾ. അമൻസാലിസം, പരാഗജീവനം എന്നിവയൊക്കെയാണ്. നമ്മുടെ പ്രകൃതി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണല്ലേ? അതെ, തീർച്ചയായും. വാ, നമുക്ക് കളിക്കാൻ പോകാം. അങ്ങനെ പുതിയ അറിവുകൾ പകർന്നു കിട്ടിയ സന്തോഷത്തിൽ അവർ കളിക്കാനായി ഇറങ്ങി.